അങ്ങനെ തന്നെ അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുവാനും തുടങ്ങി. നവംബർ കുറ്റവാളികൾ എന്നാണ് ഈ കൂട്ടരെ അദ്ദേഹം സമൂഹത്തിന് മുമ്പിൽ വിളിച്ച് ആക്ഷേപിച്ചത്. യുദ്ധത്തിലെ പരാജയത്തിന് പിന്നാലെ രാജ്യത്തിന് വന്നു ചേർന്ന വൻ സാമ്പത്തിക ബാധ്യതയിൽ അമർഷം പൂണ്ട ജർമ്മൻ ജനതയെ അവസരപൂർവ്വം തന്റെ അനുയായികളാക്കുന്ന ഹിറ്റ്ലറിനെയാണ് ഈ സാഹചര്യത്തിൽ നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ഔപചാരികമായ വിദ്യാഭ്യാസ യോഗ്യതയൊന്നും ഇല്ലാത്തതിനാൽ ഉപജീവനത്തിന് മറ്റൊരു തൊഴിലും ലഭിക്കില്ല എന്ന് മനസ്സിലാക്കിയ ഹിറ്റ്ലർ തിരികെ സൈന്യത്തിൽ തന്നെ ജോയിൻ ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നു. അതിയായ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അതിനു വേണ്ട വഴികൾ തനിയെ തുറന്നു വരും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ജർമ്മൻ രാഷ്ട്രീയത്തിലേക്ക് എങ്ങനെയെങ്കിലും പ്രവേശിച്ച് മതിയാകൂ എന്ന കണക്കുകൂട്ടലോടുകൂടി ചികിത്സയും കഴിഞ്ഞ് ആശുപത്രി വിട്ടിറങ്ങി സൈന്യത്തിൽ ചേരുവാൻ ചെന്ന ഹിറ്റ്ലറെ കാത്തിരുന്നത് അതിനുള്ള ഒരു അവസരമായിരുന്നു. അന്ന് അരക്ഷിതാവസ്ഥയിലായിരുന്ന ജർമ്മനിയുടെ ഭരണം പിടിച്ചെടുക്കുവാനായിട്ട് വിവിധ രാഷ്ട്രീയ കക്ഷികളും സൈനിക സംഘടനകളും ഒക്കെ കച്ചകെട്ടി ഇറങ്ങിയ സമയമായിരുന്നു അത്. അവരിൽ പ്രധാന കക്ഷിയാണ് ജർമ്മൻ വർക്കേഴ്സ് യൂണിയൻ പാർട്ടി. ജർമ്മൻ ഭാഷയിൽ ഈ പാർട്ടിയുടെ ചുരുക്കപ്പേര് DAP എന്നാണ്. ഈ DAP പാർട്ടിയുടെ യോഗങ്ങളിൽ നുഴഞ്ഞു കയറി അവരുടെ രഹസ്യങ്ങൾ ചോർത്താനും ചിതറി നിൽക്കുന്ന സൈനികരെ ഒരുമിച്ച് കൂട്ടുവാനും ഒക്കെയുള്ള ഒരു ചാരനായിട്ട് ഹിറ്റ്ലർ നിയോഗിക്കപ്പെടുന്നു. ഈ ഡ്യൂട്ടി ഹിറ്റ്ലറിനെ ഏൽപ്പിക്കുന്നത് റിച്ച് വെർ എന്നറിയപ്പെട്ടിരുന്ന ജർമ്മനിയിലെ ഒരു സായുധ സംഘടനയായിരുന്നു. അന്ന് ആ സേനയുടെ തലപ്പത്ത് ഹിറ്റ്ലറിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായ ഏണസ്റ്റ് റോം ആയിരുന്നു. അവരുടെ പ്രധാന ലക്ഷ്യം DAP പോലുള്ള ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികളുടെ പിന്തുണയോടുകൂടി ജനപിന്തുണ നേടിയെടുത്ത് അധികാരം പിടിച്ചെടുക്കണം എന്നതായിരുന്നു. എന്നാൽ ചാരപ്പണിക്കിറങ്ങിയ ഹിറ്റ്ലറിനും തൻ്റെതായ ചില കണക്കുകൂട്ടലുകളൊക്കെ ഉണ്ടായിരുന്നു. പല രഹസ്യ യോഗങ്ങളിലും നുഴഞ്ഞു കയറി അങ്ങനെ DAP പാർട്ടിക്ക് ചിരപരിചിതനായ ഒരു വ്യക്തിയായി ഹിറ്റ്ലർ മാറുന്നു. 1919 സെപ്റ്റംബർ 12 നടന്ന ഒരു യോഗത്തിൽ അപ്രതീക്ഷിതമായി ഹിറ്റ്ലർ വേദിയിലേക്ക് കടന്നു വന്ന് പാർട്ടി അണികളെ അഭിസംബോധന ചെയ്ത് ഒരു ഗംഭീര പ്രസംഗം നടത്തുന്നു. കടുത്ത ജർമ്മൻ ദേശീയത ഉയർത്തിപ്പിടിച്ച് സെമിസ്റ്റിക് മുതലാളിത്ത മാർക്സിസ്റ്റ് വിരോധങ്ങൾ ഉയർത്തിക്കാണിച്ച് അന്ന് നടത്തിയ ആ തീപ്പൊരി പ്രസംഗത്തിൽ അണികളും DAP പാർട്ടി ചെയർമാൻ ആന്റൺ ഡ്രെക്സ്ലറും ഒക്കെ ഹിറ്റ്ലറിന്റെ കടുത്ത ആരാധകരായി തന്നെ മാറുന്നു.